കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും Predictive ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ്, വെൽക്കം ടു Learnwise IGNOU ഫോക്കസ് 5.0. IGNOU മുൻകാല ചോദ്യപേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പേപ്പർ എന്ന് പറയുന്നത് BSOC 104 BA സോഷ്യോളജിയുടെ പേപ്പറാണ്. സോ BA സോഷ്യോളജിയുടെ BSOC 104 എന്ന് പറയുന്ന പേപ്പറിന്റെ ടേം ആൻഡ് എക്സാമിനേഷൻസ് അപ്രോച്ച് ആയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എക്സാമിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാനും അതേപോലെ തന്നെ വരുന്ന ക്വസ്റ്റ്യൻസിന് ഏതാണെന്ന് മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആവശ്യകത ഓരോ ലേണേഴ്സിനും ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു സെക്ഷൻസ് ലേൺവൈസ് നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുന്നത്. സോ ഇതിന്റെ ടേം ആൻഡ് എക്സാമിനേഷൻസ് നമ്മൾ ഈ BSOC 104ന്റെ പേപ്പർ നോക്കുമ്പോൾ അത് ഓരോ സെക്ഷൻസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. സിലബസ് മാപ്പിങ്ങിലൂടെ സോഷ്യോളജി ഓഫ് ഇന്ത്യ 2 എന്ന് പറഞ്ഞിട്ടുള്ള ഈ പേപ്പറിന്റെ കോൺസെപ്റ്റ്, തിങ്കേഴ്സ്, ഡിബേറ്റ്സ് ഇങ്ങനെയുള്ള ഏരിയാസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതേപോലെ തന്നെ എക്സാം പാറ്റേൺ അനാലിസിസിലൂടെ എക്സാമിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ ഉണ്ട്. റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂവിലൂടെ നമ്മൾ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുകൾ, ലോങ് ആൻസർ ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാവും, ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാവും. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ വരാൻ സാധ്യതയുള്ള ടോപ്പിക്കും അതേപോലെ തന്നെ അതിന്റെ പ്രഡിക്റ്റബിലിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യും. 2025 ഡിസംബറിൽ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുകൾ ഹൈ, മീഡിയം, ലോ പ്രോബിലിറ്റി ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതേപോലെ തന്നെ മോക്ക് പ്രഡിക്റ്റീവ് പേപ്പർ ഉണ്ട്. മോക്ക് പ്രഡിക്റ്റീവ് പേപ്പറിലൂടെ ഒരു സെൽഫ് ഇവാലുവേഷൻ ആണ് നിങ്ങൾക്ക് തരുന്നത്. അതേപോലെ തന്നെ മോഡൽ ആൻസേഴ്സും മാർക്കിംഗ് സ്കീംസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ ഇതിന്റെ മെത്തഡോളജി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഡിഫറെന്റ് ആയിട്ടുള്ള പല ടോപ്പിക്സുകളും നമ്മൾ ഇതിനകത്ത് നോക്കുന്നുണ്ടാവും. മൾട്ടിപ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഇതിന്റെ സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ് ആൻഡ് ടോപ്പിക് വൈസ് വിത്ത് എക്സാം റെലവൻസ് നോക്കുമ്പോൾ ബ്ലോക്ക് 1 മൾട്ടിപ്പിൾ ഇമേജസ് ഓഫ് ഇന്ത്യയിലെ പ്ലൂറാലിറ്റി, കൾച്ചറൽ അക്കോമഡേഷൻസ്, മൾട്ടിപ്പിൾ വെസ്റ്റേൺ ഇമേജസ് ഓഫ് ഇന്ത്യ, ഇത് 9 തവണ വന്നിട്ടുള്ള മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതേപോലെ തന്നെ ബ്ലോക്ക് 1 യൂണിറ്റ് 2 ഗാന്ധി ആൻഡ് അംബേദ്കറിലെ ഗാന്ധിയുടെ സത്യാഗ്രഹ, നോൺ വയലൻസ്, നാഷണലിസം, മാർജിനലൈസേഷൻ, അംബേദ്കറിന്റെ മാർജിനലൈസേഷൻ, സോഷ്യൽ എക്സ്ക്ലൂഷൻ, സോഷ്യൽ പൊളിറ്റിക്കൽ ഫിലോസഫി, ഇതൊക്കെ ഒരു 9 തവണ ചോദിച്ചിട്ടുള്ള മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതേപോലെ തന്നെ ബ്ലോക്ക് 1 യൂണിറ്റ് 2 ഐഡിയോളജിക്കൽ ഇമേജസ് ഓഫ് ഇന്ത്യയിലെ ഐഡിയോളജിക്കൽ ഇമേജസ്, പ്ലൂറലിസം, നാഷണലിസം, ഇന്ത്യൻ സിവിലൈസേഷൻ, സോഷ്യൽ ചേഞ്ച്, മോഡേണൈസേഷൻ 7 തവണ ചോദിച്ചിട്ടുള്ള മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതേപോലെ തന്നെ ബ്ലോക്ക് 1 യൂണിറ്റ് 4 എത്നോഗ്രാഫിക് ഇമേജസ് ഓഫ് ഇന്ത്യയിലെ എത്നോഗ്രാഫിക് ഇമേജ് ഓഫ് ഇന്ത്യ, കാസ്റ്റ്, ട്രൈബ്, ലിറ്റിൽ ആൻഡ് ഗ്രേറ്റ് ട്രഡീഷൻ, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി 8 തവണ ചോദിച്ചിട്ടുള്ള മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതേപോലെ തന്നെ 5 കോൺസ്റ്റിറ്റ്യൂഷണൽ ഫൗണ്ടേഷൻസിന്റെ ഒരു ടോപ്പിക് വരുന്നുണ്ട്. അതിന്റെ ബേസിക് ഫൗണ്ടേഷൻസ്, ബേസിക് ഫീച്ചേഴ്സ്, ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഡ്യൂട്ടീസ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് പോളിസീസ്, അതേപോലെ തന്നെ 4 തവണ വരുന്നിട്ടുള്ള ലോ പ്രോബിലിറ്റി ലെവൽ ടോപ്പിക്കാണ്. അതേപോലെ തന്നെ ബ്ലോക്ക് 2 യൂണിറ്റ് 6 മൊബിലിറ്റി ആൻഡ് ചേഞ്ചിലെ കാസ്റ്റ്, മൊബിലിറ്റി, സാൻസ്ക്രിറ്റൈസേഷൻ, വെസ്റ്റേണൈസേഷൻ, സെക്കുലറൈസേഷൻ, എമർജൻസ് ഓഫ് സോഷ്യൽ ക്ലാസസ്, അതൊരു 5 തവണ വരുന്നിട്ടുള്ള മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതേപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന പോലെ എത്തനിക് മൂവ്മെന്റ്സിനകത്ത് ഒരു ടോപ്പിക് വരുന്നുണ്ട്. അതിനകത്ത് എത്തനിക് ഫോംസ് ഓഫ് ഐഡന്റിറ്റി, അതേപോലെ തന്നെ ഫാക്ടേഴ്സ് ഓഫ് എത്തനിക് അപ്രോച്ച്, അതേപോലെ തന്നെ തിയറട്ടിക്കൽ അപ്രോച്ചസ് ടു എത്തനിക് മൂവ്മെന്റ്സ്, അങ്ങനെയുള്ള ടോപ്പിക്കുകൾ വരുന്നുണ്ട്. അതെന്ന് പറയുന്ന ഒരു 6 തവണ വന്നിട്ടുള്ള മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതേപോലെ തന്നെ ബ്ലോക്ക് 2 യൂണിറ്റ് 8 എന്ന് പറയുന്നത് പെസന്റ് മൂവ്മെന്റ്സ് ഇൻ ഇന്ത്യ ആണ്. പെസന്റ് മൂവ്മെന്റ്സ് ഇൻ ഇന്ത്യയിലെ ഫേസസ്, ഫോംസ് ഓഫ് പെസന്റ് മൂവ്മെന്റ്സ്, അതേപോലെ തന്നെ റാഡിക്കൽ ആൻഡ് റിഫോമിസ്റ്റ് മൂവ്മെന്റ്സുകൾ, അതൊരു 3 തവണ വന്നിട്ടുള്ള ലോ പ്രോബിലിറ്റി ടോപ്പിക്കാണ്. അതേപോലെ തന്നെ ബ്ലോക്ക് 2 യൂണിറ്റ് 9 ദളിത് മൂവ്മെന്റ്സ് ഇൻ ഇന്ത്യ, അതേപോലെ ദളിത് മൊബിലൈസേഷൻ, കോൺഷ്യസ്നെസ്, പോസ്റ്റ് ഇൻഡിപെൻഡൻസ്, ദളിത് മൂവ്മെന്റ്സ്, ദളിത് വുമൺ മൂവ്മെന്റുകൾ 3 തവണ വന്നിട്ടുള്ള ലോ പ്രോബിലിറ്റി ടോപ്പിക്കാണ്. അതേപോലെ തന്നെ ബ്ലോക്ക് 2 യൂണിറ്റ് 10 അതായത് വുമൺ മൂവ്മെന്റ്സ് ഇൻ ഇന്ത്യ, വുമൺ മൂവ്മെന്റ് ഇൻ ഫ്രീഡം, സ്ട്രഗിൾ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇനിഷ്യേറ്റീവ്സുകൾ, പോസ്റ്റ് ഇൻഡിപെൻഡൻസ്, അത് ഒരു 4 തവണ വന്നിട്ടുള്ള ലോ പ്രോബിലിറ്റി ടോപ്പിക്കാണ്. അതേപോലെ തന്നെ ബ്ലോക്ക് 2 യൂണിറ്റ് 11 വർക്കിംഗ് ക്ലാസസ് മൂവ്മെന്റ്സ് ഇൻ ഇന്ത്യയിലെ വർക്കിംഗ് ഓഫ് എമർജൻസ് ഓഫ് വർക്കിംഗ് ക്ലാസസ്, ഫീച്ചേഴ്സ് ഓഫ് വർക്കിംഗ് അർബൻ ക്ലാസസ്, വർക്കേഴ്സ് മൂവ്മെന്റ് ആൻഡ് ദെയർ ഇഷ്യൂസ് 4 തവണ വന്നിട്ടുള്ള ലോ പ്രോബിലിറ്റി ടോപ്പിക്കാണ്. അതേപോലെ തന്നെ ബ്ലോക്ക് 3 യൂണിറ്റ് 12 കമ്മ്യൂണലിസത്തിൽ ഫണ്ടമെന്റലിസം, കമ്മ്യൂണൽ ഡിവൈഡ്, റയറ്റ്സ്, ഇതുവരെ ഒന്നും ചോദിച്ചിട്ടില്ല അതിനെ പറ്റിയിട്ട്.
അതേപോലെ തന്നെ സെക്യുലറിസം എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട് ബ്ലോക്ക് 3 യൂണിറ്റ് 13. അതിനകത്ത് മീനിങ് ഓഫ് സെക്യുലറിസം, കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക്, ചാലഞ്ചസ് ഓഫ് സെക്യുലറിസം ഇൻ ഇന്ത്യ രണ്ടുമാണ് ചോദിച്ചിട്ടുണ്ട്. ലോ പ്രോബിലിറ്റി ടോപ്പിക്കാണ്. ബ്ലോക്ക് 3 യൂണിറ്റ് 14 നാഷണലിസം, അതിന്റെ നേഷൻ ആൻഡ് നാഷണലിസം, ഡൈവേഴ്സ് പ്രിൻസിപ്പിൾസ് ഓഫ് ഐഡന്റിഫൈങ് നേഷൻ, നാഷണലിസം ഇൻ ഇന്ത്യ മൂന്നാണ് വന്നിട്ടുള്ള ലോ പ്രോബിലിറ്റി ടോപ്പിക്കാണ്. ഇതിനകത്ത് ഹൈ റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക് 10 കൂടുതൽ തവണയും മീഡിയം റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഒരു 5 to 9 തവണയും ലോ പ്രോബിലിറ്റി ടോപ്പിക്ക് ഒരു 5ന് താഴെയാണ് വരുന്നത്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ടോട്ടൽ ക്വസ്റ്റ്യൻസ് പെർ ബ്ലോക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ബ്ലോക്കുകൾ, അതായത് ബ്ലോക്ക് 1, ബ്ലോക്ക് 2, ബ്ലോക്ക് 3 അങ്ങനെ 3 ബ്ലോക്കുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ബ്ലോക്ക് 1 ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. അത് കഴിഞ്ഞ് ബ്ലോക്ക് 2 പിന്നെ അത് കഴിഞ്ഞ് ബ്ലോക്ക് 3 ആണ് വരുന്നത്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഹീറ്റ് മാപ്പ് സമ്മറി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ കീ ഇൻസൈഡ് ബോക്സുകൾ നോക്കുമ്പോൾ ഹൈ എൽഡിംഗ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ ഇപ്പോൾ ഈ പറയുന്ന പോലെ കോൺസെപ്റ്റുവൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്ന ബ്ലോക്ക് 1 ആണ്. അതിനകത്ത് ഈ മൾട്ടിപ്പിൾ ഇമേജസ് ഓഫ് ഇന്ത്യ, അംബേദ്കർ ആൻഡ് ഗാന്ധി, അതേപോലെ തന്നെ എത്തനോഗ്രാഫിക് ഇമേജസ്, ഇങ്ങനെയുള്ള യൂണിറ്റ് 1, 2, 4 എന്നൊക്കെ പറയുന്നത് എക്സ്പെഷ്യലി അതിന്റെ പ്ലൂറാലിറ്റി ആൻഡ് അക്കോമഡേഷൻ, ഗാന്ധി അംബേദ്കറിന്റെ ഡിബേറ്റ്സുകൾ, മാർജിനലൈസേഷൻ ടോപ്പിക്കുകൾ, എത്തനോഗ്രാഫിക് ആൻഡ് സിവിലൈസേഷൻ ഇമേജസ്, മേക്കിംഗ് ദം ഫോർ ദ ക്രൂഷ്യൽ ഫോർ ദ ലോങ് ആൻസർ പ്രിപ്പറേഷൻസ്. ഈ ഒരു ലോങ് ആൻസർ പ്രിപ്പറേഷൻസിനകത്ത് നമുക്ക് നോക്കുന്ന സമയത്ത് ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. അതേപോലെ തന്നെ ബ്ലോക്ക് 2 ബ്ലോക്ക് 3 മൂവ്മെന്റ് ആൻഡ് ഐഡിയോളജി ബേസ്ഡ് ക്വസ്റ്റ്യൻസുകൾ വരുന്നുണ്ട്. അതിനകത്ത് ഈ പറയുന്ന പോലെ മൊബിലിറ്റി, എത്തനിസിറ്റി, മൂവ്മെന്റ്സുകൾ, അതേപോലെ തന്നെ 13, 14 യൂണിറ്റിൽ സെക്യുലറിസം, നാഷണലിസം ഇതുപോലുള്ള ക്വസ്റ്റ്യൻസുകൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അത് കോംപ്രിഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ്. ഈ കോംപ്രിഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് എടുക്കുന്ന സമയത്ത് BSOC 104ന്റെ എസ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഒരു 15 to 20 മാർക്സിനാണ് ചോദിക്കുന്നത്. ഷോർട്ട് ആൻസർ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഒരു 5 to 10 മാർക്കിനാണ് ചോദിക്കുന്നത്. അതിനകത്ത് ഷോർട്ടായിട്ട് കൺസൈസ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. അതേപോലെ തന്നെ ഡെഫിനിഷൻ ആൻഡ് കോൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിന് ബ്രീഫ് ആയിട്ടുള്ള ക്ലാരിഫിക്കേഷൻ കൊടുക്കാം. അപ്ലൈഡ് ആൻഡ് കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് സോഷ്യോളജിക്കൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ്, കണ്ടംപററി ഇഷ്യൂസ് എങ്ങനെയാണ് എന്നുള്ളതാണ് അതിനകത്ത് എഴുതാനുള്ളത്. ഇനി ഒബ്ജക്റ്റീവ് ആൻഡ് MCQ ബേസ്ഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നമ്മൾ ഈ പറയുന്ന പോലെ ഒരു 1 മാർക്ക് ഈച്ചിന് എന്നുള്ള രീതിയിലാണ് ആ സാധാരണ ക്വസ്റ്റ്യൻസുകൾ അപ്ലൈ ആവാറുള്ളത്. സോ ഇതിന്റെ എസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് 15 to 20 മാർക്സിന് എടുക്കുന്ന സമയത്ത് ഒരു 400 വേർഡ്സ് to 500 വേർഡ്സിനുള്ളിൽ വേണം അതിന്റെ കോൺസെപ്റ്റ് ക്ലാരിറ്റിയും ക്രിട്ടിക്കൽ ആയിട്ടുള്ള അനാലിസിസും കോംപ്രിഹെൻഷനും ഒക്കെ വെച്ചിട്ട് വേണം എഴുതാനായിട്ടുള്ളത്. ഇനി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് 5 to 10 മാർക്കിനാണ് വരുന്നത്. 200 to 250 വേർഡ്സിനുള്ളിൽ വേണം അതിന്റെ കോൺസെപ്റ്റ് ക്ലാരിറ്റിയും എബിലിറ്റി ഒക്കെ കൊടുത്തിട്ട് എഴുതാനായിട്ടുള്ളത്. ഇനി ഡെഫിനിഷൻ ആൻഡ് കോൺസെപ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, അത് 2 to 4 മാർക്സിനായിരിക്കും വരുന്നത്. ഷോർട്ട് ആൻഡ് ഡയറക്റ്റ് ആയിട്ടുള്ളതായിരിക്കും. സോഷ്യോളജിക്കൽ ആയിട്ടുള്ള ടേംസുകൾ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ അതിനകത്ത് വ്യക്തമായിട്ടുള്ള ആക്യുറസിയും ക്ലാരിറ്റിയും നമുക്ക് ഉണ്ടായിരിക്കണം. ആ വൊക്കാബുലറി എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിട്ട് വേണം നമ്മൾ അത് എഴുതാനായിട്ടുള്ളത്. അതൊരു 40 to 80 വേർഡ്സിനുള്ളിൽ വേണം എഴുതാനായിട്ടുള്ളത്. ഇനി അപ്ലൈഡ് ആൻഡ് കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതൊരു 10 to 15 മാർക്സിനാണ് വരുന്നത്. അതിപ്പോൾ കാസ്റ്റ്, ജെൻഡർ അങ്ങനെയുള്ളത് എങ്ങനെയാണ് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിനകത്ത് അപ്ലൈ ചെയ്ത് വരുന്നത്, അല്ലെങ്കിൽ അതിന്റെ റിയൽ ആയിട്ട് എക്സാമ്പിൾസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് എഴുതാനായിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അത് ഈ പറയുന്ന പോലെ 300 to 350 വേർഡ്സിനുള്ളിൽ വേണം എഴുതാനായിട്ടുള്ളത്. ഇനി മാർക്ക് വൈസ് ഡിസ്ട്രിബ്യൂഷൻസ് നോക്കുമ്പോൾ ബ്ലോക്ക് 1 ഐഡിയാസ് ഓഫ് ഇന്ത്യ 35%, ബ്ലോക്ക് 2 റെസിസ്റ്റൻസ് ആൻഡ് മൊബിലൈസേഷൻ ചേഞ്ച് 45%, ബ്ലോക്ക് 3 സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി കണ്ടസ്റ്റിംഗ് ഐഡിയോളജി 20%, ടോട്ടൽ ഒരു 100% ആണ് ഇങ്ങനെ അത് കാൽക്കുലേറ്റ് ആയി വരുന്നത്. സോ അതിന്റെ ട്രെൻഡ് വിഷ്വലൈസേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പാറ്റേൺ ഹൈലൈറ്റ്സ് നോക്കുന്ന സമയത്ത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ട് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. പക്ഷേ 2025 ആയപ്പോഴേക്കും അതിലൊരു ചെറിയൊരു മാറ്റം വന്നിട്ട് ഒരു 10% വേരിയേഷൻസ് വന്നിട്ടുണ്ട്. ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് എക്സാമിന് വരുന്നുണ്ട്. 50%ഓളം ക്വസ്റ്റ്യനിൽ വരുന്നത് ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സോ നമ്മൾ ഈ പറയുന്ന പ്രിപ്പറേഷൻ ടിപ്സ് നോക്കുമ്പോൾ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ 40 മാർക്സിനും, ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ 35 മാർക്സിനും, അപ്ലൈഡ് ആൻഡ് കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ 15 മാർക്സിനും, ഡെഫിനിഷൻ കോൺസെപ്റ്റ് ബേസ്ഡ് ആണെങ്കിൽ 10 മാർക്സിനാണ്. അപ്പോൾ ടൈപ്പിന് ഒരു 70 മിനിറ്റ്സ് നിങ്ങൾ അലോക്കേറ്റ് ചെയ്യുക. ഷോർട്ട് ആൻസർ ടൈപ്പിനാണെങ്കിൽ ഒരു 60 മിനിറ്റ്സും, അപ്ലൈഡ് ടൈപ്പ് ആണെങ്കിൽ ഒരു 30 മിനിറ്റും, കോൺസെപ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ 20 മാർക്സ് നിങ്ങൾ ടൈം ലിമിറ്റ് ചെയ്യുന്നത് നിങ്ങളത് എടുത്തിട്ട് വേണം നിങ്ങളത് എഴുതാനായിട്ടുള്ള 3 അവർ നിങ്ങൾ ഇങ്ങനെ വേണം ഡിവൈഡ് ചെയ്ത് എടുക്കാനായിട്ടുള്ളത്. സോ അതിന്റെ റിപ്പീറ്റഡ് ക്വസ്റ്റൻസ് ബൈ അനലൈസ് ബൈ ബ്ലോക്ക് വൈസ്, ടോപ്പിക് വൈസ് ആൻഡ് യൂണിറ്റ് വൈസ് നോക്കുമ്പോൾ 10 റെക്കറിംഗ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട്. കാരണം ഈ 10 ക്വസ്റ്റൻസ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് എക്സാമിന് പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. കാരണം ഈ ഒരു ക്വസ്റ്റൻസ് പഠിച്ചാൽ തന്നെ നിങ്ങൾ എക്സാമിന്റെ ഒരു പകുതി പേപ്പർ നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. സോ ഈ പറയുന്ന പോലെ 10 റെക്കറിംഗ് ക്വസ്റ്റൻസ് നോക്കുമ്പോൾ ഫസ്റ്റ് ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ ഡിസ്കസ് ദ നോഷൻ ഓഫ് ദ മൾട്ടിപ്പിൾ ഇമേജസ് ഓഫ് ഇന്ത്യ ആൻഡ് എക്സ്പ്ലെയിൻ ഹൗ ഇറ്റ് ഹെൽപ്പ് ഇൻ അണ്ടർസ്റ്റാൻഡിംഗ് ദ ഇന്ത്യൻ സൊസൈറ്റി. 4 തവണയാണ് വന്നിട്ടുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റൻ എന്ന് പറയുമ്പോൾ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ഗാന്ധീസ് ആൻഡ് അംബേദ്കർ പെർസ്പെക്റ്റീവ് ഓൺ കാസ്റ്റ് ആൻഡ് സോഷ്യൽ ചേഞ്ച് ഇൻ ഇന്ത്യ 4 തവണ വന്നിട്ടുണ്ട്. 3 എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ എത്തനോഗ്രാഫിക് ഇമേജസ് ഓഫ് ഇന്ത്യ വിത്ത് സ്യൂട്ടബിൾ ഇലിസ്ട്രേഷൻസ് ഓഫ് ദ കാസ്റ്റ് ആൻഡ് ട്രൈബ് ഇൻ വില്ലേജ് സ്റ്റഡീസ് 3 തവണ വന്നിട്ടുണ്ട്. 4 എന്ന് പറയുന്നത് അനലൈസ് ദ പ്രോസസ് ഓഫ് സോഷ്യൽ മൊബിലിറ്റി ആൻഡ് ചേഞ്ച് ഇൻ ഇന്ത്യ വിത്ത് റെഫറൻസ് ടു സാൻസ്ക്രിറ്റൈസേഷൻ ആൻഡ് വെസ്റ്റേണൈസേഷൻ 3 തവണ വന്നിട്ടുണ്ട്. 5ാമത്തെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഡിസ്കസ് ദ നേച്ചർ ആൻഡ് കോൺസസ് ആൻഡ് കോൺസിക്വൻസ് ഓഫ് എത്നിക് മൂവ്മെന്റ്സ് ഇൻ കണ്ടംപററി ഇന്ത്യ 3 തവണ വന്നിട്ടുണ്ട്. 6ാമത്തെ എന്ന് പറയുമ്പോൾ റിവ്യൂ ദ ഹിസ്റ്റോറിക്കൽ ട്രാജക്ടറി ഓഫ് peasant and Dalit movements in India and the impact of
ഡെമോക്രസി 3 തവണ വന്നിട്ടുണ്ട്. 7ാമത്തെ എന്ന് പറയുമ്പോൾ ഡിസ്ക്രൈബ് ദ മെയിൻ ഫേസ് ഓഫ് ദ വുമൺ മൂവ്മെന്റ് ഇൻ ഇന്ത്യ സിൻസ് നാഷണൽ മൂവ്മെന്റ് 2 തവണ വന്നിട്ടുണ്ട്. 8 എന്ന് പറയുമ്പോൾ എക്സാമിൻ ദ എമർജൻസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഇന്ത്യൻ വർക്കിംഗ് ക്ലാസ് ആൻഡ് ദയർ ഇഷ്യൂസ് 2 തവണ വന്നിട്ടുണ്ട്. 9 എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് സെക്യുലറിസം ഡിസ്കസ് ദ ചലഞ്ചസ് ഫേസ്ഡ് ബൈ ദ ഇന്ത്യൻ സെക്യുലറിസം ടുഡേ ആൻഡ് അതിന്റെ അക്കൗണ്ട് എന്ന് പറയുന്നത് 2 തവണ വന്നിട്ടുള്ളതാണ്. 10ാമത്തെ ക്വസ്റ്റൻ എന്ന് പറയുമ്പോൾ എക്സ്പ്ലെയിൻ ദ നാഷണലിസം ഇൻ ഇന്ത്യ ഹൈലൈറ്റിംഗ് ദ ഡൈവേഴ്സ് പ്രിൻസിപ്പിൾസ് യൂസ് ടു ഡിഫൈൻ ദ ഇന്ത്യൻ നേഷൻ 2 തവണ വന്നിട്ടുണ്ട്. സോ ഇത്രയും ക്വസ്റ്റൻസ് മസ്റ്റ് ആയിട്ട് എക്സാമിന് പഠിച്ചിട്ട് പോവാം. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രിയോ പിജിയോ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. ഞങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചവരുടെ, നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസസ് അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് തന്നെ ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കാം. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാവും. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടുക. ഇതിനകത്ത് ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ബ്ലോക്ക് അപ്പിയറൻസ് ആവറേജ് മാർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ മൾട്ടിപ്പിൾ ഇമേജസ് ഓഫ് ഇന്ത്യ ബ്ലോക്ക് 1 യൂണിറ്റ് 1 4 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്, 20 മാർക്കിനാണ് വന്നിട്ടുള്ളത്. ഗാന്ധിയൻ അംബേദ്കർ ഓൺ കാസ്റ്റ് ബ്ലോക്ക് 1 യൂണിറ്റ് 2 4 തവണ വന്നിട്ടുണ്ട്, 20 മാർക്കിനാണ് വന്നിട്ടുള്ളത്. എത്നോഗ്രാമിക് ഇമേജസ് ഓഫ് ഇന്ത്യ 3 തവണ വന്നിട്ടുണ്ട്, 20 മാർക്കിനാണ് വന്നിട്ടുള്ളത്. ബ്ലോക്ക് 1 യൂണിറ്റ് 4 ടോപ്പിക്കാണത്. അതേപോലെ തന്നെ സോഷ്യൽ മൊബിലിറ്റി, സാൻസ്ക്രിറ്റൈസേഷൻ, വെസ്റ്റേണൈസേഷൻ ബ്ലോക്ക് 2 യൂണിറ്റ് 6 3 തവണ വന്നിട്ടുണ്ട്, 10 മാർക്കിനാണ് വന്നിട്ടുള്ളത്. എത്നിക് മൂവ്മെന്റ്സ് ഇൻ ഇന്ത്യ ബ്ലോക്ക് 2 യൂണിറ്റ് 7 3 തവണ വന്നിട്ടുണ്ട്, 10 മാർക്കിനാണ് വന്നത്. പെസൻ മൂവ്മെന്റ്സ് ആൻഡ് ദളിത് മൂവ്മെന്റ്സ് ബ്ലോക്ക് 1 യൂണിറ്റ് 8 9 3 തവണ വന്നിട്ടുണ്ട്, 10 മാർക്കിനാണ് വന്നത്. ഫേസസ് ഓഫ് ദ വുമൻസ് മൂവ്മെന്റ് ബ്ലോക്ക് 2 യൂണിറ്റ് 10 2 തവണ വന്നിട്ടുണ്ട്, 10 മാർക്കിനാണ് വന്നത്. എമർജൻസ് ഓഫ് വർക്കിംഗ് ക്ലാസ് ആൻഡ് ഇറ്റ് ഇഷ്യൂസ് അതും ബ്ലോക്ക് 2 യൂണിറ്റ് 11 2 മാർക്കിന് 2 ക്വസ്റ്റ്യൻ 2 തവണയാണ് വന്നിട്ടുള്ളത്, അത് 10 മാർക്കിനാണ് വന്നിട്ടുള്ളത്. അതിനകത്ത് മീനിങ് ആൻഡ് ചാലഞ്ചസ് ഓഫ് സെക്യുലറിസം ഉണ്ട്, ബ്ലോക്ക് 3 ഇപ്പോൾ യൂണിറ്റ് 13 2 തവണ വന്നിട്ടുണ്ട്, 10 മാർക്കിനാണ് വന്നിട്ടുള്ളത്. നാഷണലിസം ആൻഡ് നേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് നേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കോൺസെപ്റ്റ് ഉണ്ട്, അതൊരു 3 തവണ. മൂന്നാമത്തെ ബ്ലോക്കിൽ നിന്ന് യൂണിറ്റ് 14 വന്നിട്ടുള്ള ടോപ്പിക്കാണ്, 2 തവണയാണ് വന്നിട്ടുള്ളത്, 10 മാർക്കിനാണ് വന്നിട്ടുള്ളത്. സോ ഇത്രയും ക്വസ്റ്റൻസ് ആണ് ഇതിനകത്ത് വരുന്നത്. ഒരു 28%ഓളം ഈ മേജർ ആയിട്ടുള്ള ക്വസ്റ്റൻസ് തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്. സോ അതിൻ്റെ ചാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 72% മറ്റുള്ള ക്വസ്റ്റൻസ് വരുമ്പോൾ 28%ഓളം നിങ്ങൾക്ക് ഈ ക്വസ്റ്റൻസ് തന്നെ കിട്ടുന്നുണ്ടാവും. ഇനി സ്ട്രാറ്റജിക് അഡ്വൈസ് പാനൽസ് പറയുന്ന ടിപ്സ് എന്ന് പറയുന്നത് 20 to 10 മാർക്സിന് ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ഔട്ട്ലൈൻ ചെയ്യാനും ഒരു റൈറ്റ് ചെയ്യാനായിട്ട് 12 to 15 മിനിറ്റ്സ് എടുക്കാം. ആംഗിൾ റൊട്ടേഷൻസ് 2% ആണ്. സ്കോളേഴ്സിന്റെ കോൺസെപ്റ്റ്സുകൾ, ഇവന്റ്സുകൾ, കേസസ് പഠിക്കുക. നിങ്ങൾ സെൽഫായിട്ട് ഇവാലുവേറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഓരോ ടോപ്പിക്കും പഠിക്കാനായിട്ടുള്ളത്. സോ ടോപ്പിക് പ്രൊഡിക്റ്റബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിലോട്ട് മൂവ് ചെയ്യാം. ഇതിനകത്ത് ബ്ലോക്ക് 1 വരുന്നിട്ടുള്ള ടോപ്പിക്കുകളും യൂണിറ്റുകളും ആണ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. ബ്ലോക്ക് 1 യൂണിറ്റ് 1 മൾട്ടിപ്പിൾ ഇമേജസ് ഓഫ് ഇന്ത്യ പ്ലൂറാലിറ്റി ആൻഡ് അക്കോമഡേഷൻസ് 88% ചാൻസ് ഉള്ള ഹൈ റെലവൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അതേപോലെ തന്നെ അടുത്തതെന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ബ്ലോക്ക് 1 യൂണിറ്റ് 2 എന്ന് പറയുന്നത് അംബേദ്കർ ആൻഡ് ഗാന്ധി ഓൺ കാസ്റ്റ് ആൻഡ് മാർജിനലൈസേഷൻ സോഷ്യൽ ചേഞ്ച് ആണ്. 88% ചാൻസ് ഉള്ള ഹൈ റെലവൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അടുത്ത 75% ചാൻസ് ഉള്ള ഹൈ റെലവൻ്റ് ആയിട്ടുള്ള ഏരിയ നോക്കുമ്പോൾ യൂണിറ്റ് 3 ഐഡിയോളജിക്കൽ ഇമേജസ്, പ്ലൂറലിസം, നാഷണലിസം ആൻഡ് മോഡേണൈസേഷൻ. അതേപോലെ തന്നെ യൂണിറ്റ് 4 എത്നോഗ്രാഫിക് ഇമേജസ്, കാസ്റ്റ്, ട്രൈബ്, വില്ലേജ് ആൻഡ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, ഇതും ഹൈ റെലവൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അതേപോലെ തന്നെ യൂണിറ്റ് 5 മേക്കിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ബേസിക് ഫീച്ചേഴ്സ്, റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് 38% ചാൻസ് ഉള്ള ലോ റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അടുത്തത് പറയുന്നത് ബ്ലോക്ക് 2 6ാമത്തെ യൂണിറ്റിൽ വരുന്നതാണ് മൊബിലിറ്റി ആൻഡ് ചേഞ്ച്, സാൻസ്ക്രിറ്റൈസേഷൻ, വെസ്റ്റേണൈസേഷൻ, സെക്യുലറൈസേഷൻ 63% ചാൻസ് ഉള്ള മീഡിയ റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ബ്ലോക്ക് 2 യൂണിറ്റ് 7 എത്നിക് ഐഡന്റിറ്റീസ്, ഫേസസ്, ഫാക്ടേഴ്സ് ആൻഡ് മൂവ്മെന്റ്സ് ആൻഡ് തിയറീസ് എന്ന് പറഞ്ഞിട്ടുള്ള 63% ചാൻസ് ഉള്ള മീഡിയം റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ബ്ലോക്ക് 2 യൂണിറ്റ് 8 പെസന്റ് മൂവ്മെന്റ്സ്, ഫേസസ് ആൻഡ് ഫോംസ് ആൻഡ് ഇമ്പാക്ട്സ് 38% ചാൻസ് ഉള്ള ലോ റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ബ്ലോക്ക് 2 യൂണിറ്റ് 9 ദളിത് മൂവ്മെന്റ്സ് ആൻഡ് ദളിത് വുമൺ മൊബിലൈസേഷൻ 38% ചാൻസ് ഉള്ള ലോ റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ബ്ലോക്ക് 2 യൂണിറ്റ് 10 വുമൺ മൂവ്മെന്റ്സ് ആൻഡ് ഹിസ്റ്റോറിക്കൽ ഫേസസ് ആൻഡ് പോസ്റ്റ് 1970s ആൻഡ് റിസർജൻസ് 50% ചാൻസ് ഉള്ള മീഡിയ റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ബ്ലോക്ക് 2 യൂണിറ്റ് 11 വർക്കിംഗ് ക്ലാസ് ആൻഡ് ലേബർ മൂവ്മെന്റ്സ് ആൻഡ് ഇഷ്യൂസ് 50% ചാൻസ് ഉള്ള മീഡിയ റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതേപോലെ തന്നെ ബ്ലോക്ക് 3 യൂണിറ്റ് 12 കമ്മ്യൂണലിസം, റയറ്റ്സ് ആൻഡ് കമ്മ്യൂണൽ ഡിവൈഡ് 13% ചാൻസ് ഉള്ള റെലവൻ്റ് ആയിട്ട് ടോപ്പിക്കാണ്. ബ്ലോക്ക് 3
യൂണിറ്റ് 13 സെക്യുലറിസം മീനിങ് ഫ്രെയിംവർക്ക് ആൻഡ് ചലഞ്ചസ് 25% ചാൻസുള്ള റെലവന്റ് ആയ ടോപ്പിക്കാണ്. ബ്ലോക്ക് 3 യൂണിറ്റ് 14 നാഷണലിസം പ്രിൻസിപ്പിൾസ് ഓഫ് ഡിഫൈനിങ് ഇന്ത്യൻ നേഷന് 38% ചാൻസുള്ള റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. സോ എൻ്റെ ജസ്റ്റിഫിക്കേഷൻ ഫുട് നോട്ട്സ് നോക്കുമ്പോൾ യൂണിറ്റ് 1 ഒരു 8 പേപ്പർ എടുത്താൽ ഒരു 7 തവണയെങ്കിലും ഇമേജ് ആൻഡ് റിയാലിറ്റീസിൻ്റെ അത് വരുന്നുണ്ട്. ഗാന്ധി ആൻഡ് അംബേദ്കറും ഒരു യൂണിറ്റ് 2 അതും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ്. അതേപോലെ തന്നെ ഐഡിയോളജിക്കൽ ഇമേജസ് ആൻഡ് നാഷണലിസം എന്ന് പറഞ്ഞ യൂണിറ്റ് 3 റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. യൂണിറ്റ് 4 എത്നോഗ്രാഫിക് ഇമേജസ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്, കാസ്റ്റ് ട്രൈബ് ഇലിസ്ട്രേഷൻസ്. അതേപോലെ തന്നെ യൂണിറ്റ് 6 മൊബിലിറ്റി ആൻഡ് ചേഞ്ചസ് ചലഞ്ച് ആ ഒരു ക്വസ്റ്റ്യൻസ്, അതായത് വെസ്റ്റേണൈസേഷൻ സാൻസ്ക്രിറ്റൈസേഷൻ കോൺസെപ്റ്റ്സുകളും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. യൂണിറ്റ് 7 എത്നിക് മൂവ്മെന്റ്സുകളും അതിന്റെ കണ്ടംപററി പൊളിറ്റിക്സുകളും ഐഡന്റിറ്റി ഇഷ്യൂസും ഒക്കെ ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ യൂണിറ്റ് 10 വുമൺ മൂവ്മെന്റുകൾ അത് ചോദിക്കുന്നുണ്ട്. യൂണിറ്റ് 11 വർക്കിംഗ് ക്ലാസ് ആൻഡ് ലേബർ ഇഷ്യൂസുകളും ചോദിക്കുന്നുണ്ട്. സോ അതിന്റെ പ്രയോറിറ്റി ലിസ്റ്റുകൾ നോക്കുമ്പോൾ യൂണിറ്റ് 1, യൂണിറ്റ് 2, യൂണിറ്റ് 3, യൂണിറ്റ് 4 ഹൈ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കാനാണ്. കാരണം ഫുൾ ലെങ്ത് ആയിട്ടുള്ള ആൻസേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. വെൽ സ്ട്രക്ചേർഡ് ആയിട്ട് ഹെവി ആയിട്ടുള്ള ഒരു കണ്ടന്റ് കൊടുത്തിട്ട് വേണം ഇതിന്റെ ആൻസേഴ്സ് ചെയ്യാനായിട്ടുള്ളത്. സോ ഇതിന് മീഡിയം റെലവൻറ്റ് ടോപ്പിക്കുകൾ വരുമ്പോൾ അതിനകത്ത് വരുന്നതാണ് യൂണിറ്റ് 6, 7, 10, 11. ഇതിനകത്ത് നമുക്ക് ഈ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റൻസ് ഒക്കെയാണ് കൂടുതലും കിട്ടുന്നത്. കണ്ടംപററി ഇലിസ്ട്രേഷൻസുകൾ കൊടുക്കുക, 10 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിരിക്കും വരുന്നത്. ഇതിനകത്ത് നമുക്ക് എക്സാമ്പിൾസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് എഴുതാനായിട്ട് പറ്റും. ഇനി ലോ പ്രയോറിറ്റി വരുമ്പോൾ യൂണിറ്റ് 5, 8, 9, 12, 13, 14 ഇതിനകത്ത് ഈ കൺസോൾട്ടേറ്റഡ് ആയിട്ടുള്ള റിവിഷൻ ഷീറ്റ്സുകൾ കൊടുക്കുക. നാഷണലിസം, സെക്യുലറിസം, കമ്മ്യൂണലിസം ഇതുപോലുള്ള പ്രാക്ടീസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസിന്റെ നമ്മൾ മാക്സിമം പ്രാക്ടീസ് ചെയ്ത് കൊടുത്തിട്ട് വേണം അത് എഴുതാനായിട്ടുള്ളത്. സോ എൻ്റെ പ്രൊഡക്റ്റീവ് ക്വസ്റ്റൻ പേപ്പർ അനാലിസിസ് സെക്ഷൻ എന്ന് പറഞ്ഞ സെക്ഷനിലേക്ക് മൂവ് ചെയ്യാം. സോ എൻ്റെ 3 hour എക്സാം ആണ്, 100 മാർക്സിനാണ് ചോദിക്കുന്നത്. 5 ക്വസ്റ്റൻ എഴുതിയാൽ മതി. അപ്പോൾ ഇതിനകത്ത് നിന്നുള്ള ക്വസ്റ്റൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റൻസ് ഏതാണെന്നുള്ളത് നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് എക്സാമിൻ ദ സോഷ്യോളജിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് ഇന്ത്യസ് ഔട്ട്സ്റ്റാൻഡിംഗ് ട്രഡീഷൻസ് ഓഫ് പ്ലൂറാലിറ്റി ആൻഡ് കൾച്ചറൽ അക്കോമഡേഷൻ ആൻഡ് ഹൗ ഡു ദി ഷേപ്പ് ആൻഡ് സോഷ്യൽ റിലേഷൻസ് ആൻഡ് പാറ്റേൺസ് ഓഫ് ഇൻക്ലൂഷൻ ആൻഡ് എക്സ്ക്ലൂഷൻ ഇൻ കണ്ടംപററി ഇന്ത്യ. സെക്കൻഡ് critically discuss the contrasting perspectives of Gandhi and Ambedkar on the caste and social transformation and how do these ideas continue to reform the present debates on nationalism and dignity of the Indian society. Third one, India has been imagined through the multiple ideological and ethnographic lenses. Discuss this statement by analyzing how the different images of India's civilization, ethnographic and nationalist, help us to understand both unity and diversity. And fourth one, explain the process of Sanskritization, westernization, urbanization contribute to the social mobility and change in India. Illustrate your answer with suitable sociological examples from the different regions and communities. Fifth one, analyze the nature and cause and consequence of ethnographic mobilization in contemporary India. In your answer, discuss at least 2 theoretical approaches to understanding ethnic movements and show how they eliminate the recent development. Sixth one, discuss the historical trajectory and changing concerns of women's movement in India and from the national movement to the present, and how do these movements change the issues of work, family, violence and against the woman. Seventh one എന്ന് പറയുന്നത് examine the emergence of consolidation of the industrial working classes in India and how do the farmers movement articulated their demands and what challenges do they have faced in the context of the liberalization and informalization of labor. Eighth one എന്ന് പറയുന്നത് what is meant by nationalism in the Indian context. Discuss the diverse principles and arguments that has been used to define the Indian nation and evaluate the contemporary challenges posted to these understanding. So these are the 8 questions. അതായത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 8 questions ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് മാക്സിമം ആയിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് വേണം എക്സാമിന് പോകാനായിട്ടുള്ളത്. ഓൾ ദി ബെസ്റ്റ് ഫ്രം ദി ലേൺവൈസ് ആൻഡ് ദി ടീം. താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച IGNOU സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലെർൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ IGNOUയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.